കെ സുധാകരനെതിരെ കെപിസിസി ഫണ്ട് ധൂർത്തടിച്ചെന്ന ആരോപണവുമായി തിരുവനന്തപുരം മുൻ ഡിസിസി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ്. പി ശശിക്കെതിരെ വ്യാജ പീഡന പരാതി ഉന്നയിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എൻ അജിത് കുമാറിന് കെപിസിസി ഓഫീസിൽ ജോലി നൽകുകയും ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്തു. കെപിസിസി അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷവും വേറെ പണവും നൽകിയെന്നാണ് ആരോപണം. കെ സുധാകരൻ ഇതിൽ വ്യക്തത വരുത്തണമെന്നും മുതിർന്ന നേതാക്കൾ ഇത് അന്വേഷിക്കണമെന്നും തമ്പാനൂർ സതീഷ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകർ കൊടും വെയിലത്ത് പോലും റോഡിലും വീടിലും കയറി ഇറങ്ങി ഉണ്ടാക്കി തന്ന കെപിസിസി ഫണ്ട് കെപിസിസി പ്രസിഡന്റ് ദൂർത്തടിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. കാരണം ഈ ഫണ്ടുകളെക്കുറിച്ച് കെപിസിസി എക്സിക്യൂട്ടീവിലോ കെപിസിസി തലത്തിലോ ഒരു ചർച്ചയും ഇന്ന് വരെ നടന്നിട്ടില്ല. കണ്ണൂരിലെ സിപിഎമ്മിന്റെ നേതാവ് പി ശശി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പീഡന പരാതിയാണ്. ആ പരാതി പറയുന്ന ഡിഎഫ്ഐക്കാരന് ഈ കെപിസിസി കൂടുതൽ വിവരങ്ങളുമായി സുനിഷ അയല്ലൂർ നമുക്കൊപ്പം. സുനിഷ, ഈ ആരോപണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? സുജയ, കെപിസിസി പുനഃസംഘടനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ കുറച്ചു ദിവസം മുന്നേ തന്നെ തമ്പാനൂർ സതീഷ് രാജിവെക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. കെപിസിസി ഓഫീസിലെത്തി രാജിവെക്കുകയായിരുന്നു. പിന്നാലെ തന്നെ കൃത്യമായ ഒരു പല കാര്യങ്ങളും തനിക്ക് പറയാനുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരുന്നു. രാഷ്ട്രീയം ഉപേക്ഷിക്കാനായി തയ്യാറെടുക്കുകയാണ്. നേർ രാഷ്ട്രീയത്തിന് വിലയില്ലാത്ത കാലമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തനിക്കിതിൽ വളരെയേറെ കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. കോൺഗ്രസിൽ പല ഘട്ടങ്ങളിലായി കെപിസിസി ഭാരവാഹികളുടെ ഉണ്ടായെങ്കിൽ പോലും തന്റെ പേര് തഴയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് എന്നും പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിക്കുകയും പിന്നാലെ തന്നെ ഈ കെപിസിസി അധ്യക്ഷന്റെ ദൂർത്തടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതര ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെപിസിസി ഫണ്ട് കെ സുധാകരൻ ദൂർത്തടിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം നേരത്തെ തന്നെ കെപിസിസി അധ്യക്ഷനെതിരെ പറയുകയും ചെയ്തിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ പി ശശിക്കെതിരെ വ്യാജ പീഡന പരാതി ഉന്നയിച്ചുകൊണ്ട് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വന്നിരുന്നു. പിന്നാലെ ഈ അജിത് കുമാറിനെ, ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന അജിത് കുമാറിനെ കെപിസിസി ഓഫീസിൽ ജോലി നൽകാൻ സുധാകരൻ കൂട്ടുനിന്നു എന്നതാണ്. ഇയാൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്തു. കെപിസിസി അക്കൗണ്ടിൽ നിന്ന് മാത്രം 10 ലക്ഷവും വേറെ പണവും നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ്. കെപിസിസി പ്രസിഡന്റ് ഇതിൽ യാതൊരു വിധത്തിലുള്ള വ്യക്തതയും വരുത്തിയിട്ടില്ല. ഈ കാര്യത്തിലൊക്കെ തന്നെയും പൂർണ്ണമായ വ്യക്തത വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ് തമ്പാനൂർ സതീഷ് പറഞ്ഞു വെക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്നതടക്കമുള്ള വിഷയങ്ങളും പറഞ്ഞു വെക്കുന്നു. ഏതായാലും കെപിസിസി അധ്യക്ഷൻ കെപിസിസി ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു, ഇത്തരത്തിൽ വിനിയോഗിക്കുന്നു, പല കാര്യങ്ങൾക്കുമായി വിനിയോഗിക്കുന്നു എന്ന ഗുരുതര ആരോപണം തന്നെയാണ്. ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, അന്വേഷണം ആവശ്യമാണ് എന്നത് തന്നെയാണ് തമ്പാനൂർ സതീഷ് പറഞ്ഞു വെക്കുന്നത്. സുജയ. ഓക്കെ സുനിഷ.